നെക്സ്റ്റ് നയൻത്ത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നയൻത്ത് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് നേരത്തെ പോലെ തന്നെയാണ്, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ 0 to 1 plus I x square minus I x y dz along the path y equal to xലും ചെയ്യണം, y equal to x squareലും ചെയ്യണം. ഓക്കെ, അപ്പം നേരത്തെ പോലെ തന്നെയാണ്, എക്സിൻ്റെയും വൈയുടെയും കൂടെ കോമ്പിനേഷനാണ്. അപ്പം ഇസേഡിന് അപ്പം ഞാൻ ആദ്യം y ഈക്വൾ ടു എക്സിലാണ് ചെയ്യാൻ പോകുന്നത്. y ഈക്വൾ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ വരച്ച് കാണിച്ചിരിക്കുവാണ് കേട്ടോ. അവിടെ നമ്മുടെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇസേഡിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 1 plus I ആണ്. അപ്പം ഇസേഡിൻ്റെ വേരിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സംതിങ് എക്സും വൈയും വേണം, ടു സംതിങ് എക്സ് നോട്ട് വൈ നോട്ട് ടു സം x1 y1 വരെ ആയിരിക്കുമല്ലോ. ഇസേഡ് ആകുമ്പോൾ എക്സ് വൈ പെയർ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ വേരിയേഷൻ എങ്ങനെയാണ്, ഇൻ്റഗ്രേഷൻ്റെ വേരിയേഷൻ 0 to 1 plus I പറഞ്ഞിരിക്കുന്നത്, 1 plus I പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 0 0 ആണ് പെയർ. 1 plus I കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് 1 ആണ്, ഐ ഇൻറ്റു റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു വരുന്നില്ലേ എക്സ് പ്ലസ് ഐ വൈ അല്ലേ നമ്മുടെ ഇസേർട്ട് എന്ന് പറയുന്നത്. അതിൽ എക്സ് എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് ഐ ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. സോ 1 1. മനസ്സിലായോ? അത് ഇവിടെ നമുക്ക് ഇത് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുക. ഇസേർട്ടിൻ്റെ വേരിയേഷൻ 0 എന്ന് ഉദ്ദേശിക്കുന്നത് 0 0 ആണ്. 1 plus I കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എക്സ് പ്ലസ് ഐ വൈ പോലെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് ഐ ഇൻറ്റു വൈ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഐ ഇൻറ്റു 1 എന്നല്ലേ ഐ ആവുന്നത്. സോ 1 plus I എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന കോർഡിനേറ്റ് 1 1 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എലോങ് y ഈക്വൾ ടു എക്സ് എന്ന് പറയുന്നത് കറക്റ്റ് പാത്തിൽ നമുക്ക് ചെയ്യാം. ഇസഡ് ഈക്വൾ ടു ഞാൻ എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുത്തു. കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ എക്സിൻ്റെയും വൈയുടെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ്. ഞാൻ ആദ്യം ഒന്നാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇസഡ് ഈക്വൾ ടു എക്സ് പ്ലസ് ഐ വൈ ഞാൻ എല്ലാം എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ വൈ ഉള്ളത് നമ്മൾ എന്തോ കൊടുക്കുക, വൈ ഈക്വൾ ടു എക്സ് എന്ന് പറയുന്ന പാത്ത് ആയതുകൊണ്ട് ഞാൻ വൈക്ക് എന്തോ കൊടുത്തു, എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ഞാൻ കോമൺ എടുത്തു, 1 plus I ഇൻറ്റു എക്സ് എന്ന് എഴുതി. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തോ ചെയ്യണം, ഡി ഇസഡിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആൾ വേണം. സോ ഞാൻ ഡി ഇസഡ് കണ്ടുപിടിച്ചു. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഡി ഇസഡ് ഞാൻ എല്ലാം കൺവേർട്ട് ചെയ്തിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ വൈനെ എക്സ് ആക്കി മാറ്റി അതിനകത്ത് നിന്നാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഈ സ്റ്റെപ്പ് ഇവിടെ ഒമിറ്റ് ചെയ്യാം. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഡി ഇസഡ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഡി എക്സ് പ്ലസ് ഐൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഡി എക്സ്. ഓക്കെ, കറസ്പോണ്ടിങ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിരിക്കുകയാണെന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇസഡ് ഈക്വൾ ടു എക്സ് പ്ലസ് ഐ എക്സ് എന്ന് എഴുതിയല്ലോ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് പ്ലസ് ഐ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഐ ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് കോമൺ എടുക്കുക, 1 plus I ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇസഡ് വേരി ചെയ്യുന്നത് 0 0 to 1 1 വരെയാണ്. അത് മനസ്സിലായല്ലോ. ഇത് 0 to 1 plus I വരെ ആയിരുന്നു. 0 ഉദ്ദേശിക്കുന്നത് 0 0 ആണ് പെയറായിട്ട് എഴുതിയിരിക്കുന്നത്. 1 plus I കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് 1 വൈ അവിടെ 1 ആണ്. സോ 1 1 ഉദ്ദേശിക്കുന്നു. ഞാൻ ക്വസ്റ്റിനെ എല്ലാം എന്തിലോട്ടാക്കി കൺവേർട്ട് ചെയ്തു, എന്തിലോട്ടാക്കി മാറ്റുവാണ്, എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ എവിടെ തൊട്ട് എവിടം വരെയാണ്, 0 to 1 വരെയാണ്. എക്സ് വേരീസ് ഫ്രം 0 to 1. നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓവർ 0 to 1 plus I എക്സ് സ്ക്വയർ മൈനസ് ഐ എക്സ് വൈ ഡി ഇസഡ് ആയിരുന്നു. ഞാനെല്ലാം എക്സിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ എക്സിലോട്ട് ആക്കുമ്പോൾ ഞാൻ 0 to 1 ആക്കുക. എക്സിൻ്റെ വേരിയേഷൻ മാത്രം അവിടെ എഴുതിയാൽ മതി. എക്സ് സ്ക്വയർ അതുപോലെ എഴുതുക. മൈനസ് ഐ എക്സ് വൈ എന്തുമായിരുന്നു, എക്സ് ആയിരുന്നു. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് ഐ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു. വൈ ഈക്വൾ ടു എക്സ് എന്ന് പറഞ്ഞ കർവിലല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ വൈക്ക് എന്തോ കൊടുക്കുക, എക്സ് കൊടുക്കുക. ഇസഡിനെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 1 plus I ഇൻറ്റു ഡി എക്സ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണോ നമ്മുടെ ക്വസ്റ്റ്യനിലെ സിറ്റുവേഷൻ അതനുസരിച്ച് നമ്മൾ മാറ്റി. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ ഐ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഐ എക്സ് സ്ക്വയർ 1 plus I ഡി എക്സ്. 1 plus I ഇവിടെ കോൺസ്റ്റൻ്റ് അല്ലേ, അത് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇതിനകത്തുനിന്ന് കോമൺ എടുക്കുമ്പം എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഐ. എക്സ് സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ 1 ഉണ്ട്, മൈനസ് ഇവിടെ ഐ ഉണ്ട്. സോ എക്സ് സ്ക്വയർ കോമൺ എടുക്കുക, 1 മൈനസ് ഐ ഡി എക്സ്. അടുത്ത സ്റ്റെപ്പ് എന്തുമായിരിക്കും, ആ 1 plus I പുറത്തുണ്ട്, 1 minus I ഞാൻ പുറത്തിട്ടു. ഇൻ്റഗ്രൽ ഓവർ 0 to 1 എക്സ് സ്ക്വയർ ഡി എക്സ് ആയി. 1 plus I ഇൻറ്റു 1 minus I എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പം 1 plus I ഇൻറ്റു 1 minus I എന്താവും, ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 1 സ്ക്വയർ മൈനസ് ബി എന്ന് പറയുന്നത് ഐ സ്ക്വയർ ആണ്, ഐ സ്ക്വയർ. ദാറ്റ് ഈസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ് അല്ലേ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പം ഐ സ്ക്വയർ ആണ് അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്, ഐ സ്ക്വയർ. അപ്പോൾ അത് എഴുതിയിട്ട് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എഴുതി. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, 1 മൈനസ് ഐ സ്ക്വയർ അതുപോലെ എഴുതി. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ x³ by 3 അപ് ടു ദ ലിമിറ്റ് 0 to 1.
1 മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഇവിടെ -1 ആണ്. ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആയി. 1 + 1 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0/3 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 2 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 × 1/3 എന്ന് പറഞ്ഞാൽ 2/3. മനസ്സിലായോ? അത് എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, എലോങ് ദ പാത്ത് y = x². ഇനി എവിടെയൊക്കെ y ഉണ്ടോ അവിടെയെല്ലാം ഞാൻ എന്ത് ഇട്ട് കൊടുക്കുന്നു? x² ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ശരിയല്ലേ? അപ്പം ഇസഡ് എന്ന് പറഞ്ഞാൽ x + iy ആണ്. ഡി ഇസഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഞാൻ ഇസഡ് എഴുതിയത്. ഇസഡ് x + iy ആണ്. x + yന് പകരം ഞാൻ x² എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഡി ഇസഡ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുവാണ്. ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് dx + i കോൺസ്റ്റൻറ്റ്, x² ഡെറിവേറ്റീവ് 2x dx. മനസ്സിലായോ? ഇസഡിൻ്റെ ഡെറിവേറ്റീവ് dz, x + i x² ഡിഫറൻസിയേഷനാണ് എഴുതിയിരിക്കുന്നത്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 × dx + i കോൺസ്റ്റൻറ്റ്, x² ഡെറിവേറ്റീവ് 2x dx. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണെന്ന് മെൻഷൻ ചെയ്തേക്കുവാണ്. അപ്പോൾ dx കോമൺ എടുക്കുക. അപ്പോൾ ആദ്യത്തിൽ 1 + 2ix × dx കോമൺ എടുത്തു. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 to 1 + i x² - ix/dx ആണ്. ഇൻ്റഗ്രൽ ഓവർ ഞാൻ എല്ലാം എക്സിലോട്ട് കൺവേർട്ട് ചെയ്തത് കൊണ്ട് നേരത്തെ പോലെ തന്നെ വേരിയേഷൻ 0 to 1 1 വരെയാണ്. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ മാത്രം എഴുതിയാൽ മതി. 0 മുതൽ 1 വരെ ആയിരിക്കും. 0 മുതൽ 1 വരെ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ x² അതുപോലെ എഴുതുക, -ix അതുപോലെ എഴുതുക. y നമ്മുടെ കർവ് എന്ന് പറയുന്നത് x². അപ്പോൾ വൈക്ക് പകരം x² കൊടുക്കുക. dz ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചു 1 + 2ix × dx. ഓക്കെ, ഞാൻ ബാക്കി ഇങ്ങോട്ട് ചെയ്യാം കേട്ടോ. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ബാക്കി ഞാൻ ഇങ്ങോട്ട് ചെയ്യാം. വിച്ച് = ഇൻ്റഗ്രൽ ഓവർ 0 to 1 x² കൊണ്ട് ഓപ്പൺ ചെയ്യുക. x² ഓപ്പൺ ചെയ്യുമ്പോൾ x² × 1 എന്ന് പറഞ്ഞാൽ x² ആണ്. x² × 2ix എന്ന് പറഞ്ഞാൽ +2i x² × x എന്ന് പറഞ്ഞാൽ x³ വരും. -i x³ × 1 എന്ന് പറഞ്ഞാൽ -i x³ തന്നെയാണ്. -i x³ × +2ix എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും മൈനസ് ആണ്. i × i എന്ന് പറഞ്ഞാൽ i² ആണ്. i² ആകുമ്പോൾ പ്ലസ് -1 ആണ്. ആ മൈനസ് ഈ മധ്യത്തെ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആകും. ഒന്നുകൂടെ ഞാൻ പറയാം. -i x³ × 2ix +2ix ആണ്. പ്ലസും മൈനസും പ്ലസും ചേർന്ന് മൈനസ് ആയിരുന്നു. i × i എന്ന് പറഞ്ഞാൽ i² ആണ്. i² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ആ മൈനസും മധ്യത്തെ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആയി. ഇനി 2 അവിടെ ഉണ്ട്. x³ × x എന്ന് പറഞ്ഞാൽ x⁴ dx. ശരിയല്ലേ? ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x² ഇൻ്റഗ്രേഷൻ x³ / 3 + 2i കോൺസ്റ്റൻറ്റ്, x³ ഇൻ്റഗ്രേഷൻ x⁴/4 - i × x³ ഇൻ്റഗ്രേഷൻ x⁴/4 + 2 കോൺസ്റ്റൻറ്റ്, x⁴ ഇൻ്റഗ്രേഷൻ x⁵/5 അപ് ടു ദ ലിമിറ്റ് 0 to 1. ശരിയല്ലേ? = ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക എക്സിന് ഫുള്ള്. അപ്പോൾ 1/3 പ്ലസ് കട്ട് ചെയ്ത് പോകുമ്പം 1/3 പ്ലസ് ഇവിടെ 2 വരും ഇല്ലേ കട്ട് ചെയ്യുമ്പം. i × 1⁴/2 എന്ന് പറയുമ്പം i/2. ഓക്കെ, മൈനസ് 1⁴ എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. അപ്പം 1 × i എന്ന് പറഞ്ഞാൽ i/4 പ്ലസ് 1/5 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ 2 × 1⁵/5 എന്ന് പറഞ്ഞാൽ 2/5. അപ്പർ ലിമിറ്റ് ഫുള്ള് കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാം 0 ആവും. എക്സിന് ഫുൾ 0 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ i ഇല്ലാത്ത ആരൊക്കെയാണ്? 1 + 3 + 2/5 i ഇല്ല. പ്ലസ് i ഉള്ള ആരൊക്കെയാണ്? i ഉള്ളത് കോമൺ എടുക്കുക. i ഉള്ളത് 1/2-നും -1/4-നും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11/5 എന്ന് കിട്ടും. പ്ലസ് ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/4 എന്ന് കിട്ടും കേട്ടോ. 1/4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് i × 1/4 എന്ന് പറഞ്ഞാൽ i/4. ഓക്കെ, ഇതായിരിക്കും ആൻസർ വരുന്നത്. Evaluate integral over c z² dz where c is given by the line segment along the real axis from 0 0 to 2 0 then vertically to 2 1. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഒരുപാട് കിട്ടും കേട്ടോ. നമ്മളിതിൻ്റെ ലൈൻ ഇൻ്റഗ്രലിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ലൈനിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യും. ഇൻ്റഗ്രൽ ഓവർ സി z² dz. നമുക്ക് ഈ മൊഡ്യൂൾ ഫുള്ള് പഠിക്കാനുള്ള ഇൻ്റഗ്രൽ ഓവർ സി f(z) dz ആണ്. f(z) ആണ് എന്താണ് z² തന്നിരിക്കുന്നത്. c is given by the line segment along the real axis 0 0 to 2 0 then vertically to 2 1. അപ്പം റിയൽ ആക്സിസിൽ നിന്ന് 0 0 to 2 0 വരെയാണ് ആദ്യത്തെ സ്പ്ലിറ്റപ്പ്. പിന്നെ വേർട്ടിക്കലി മുകളിലോട്ട് പോകുന്നുണ്ട്. എവിടെ നിന്ന്? 2 0-ൽ നിന്ന് മുകളിലോട്ട് 2 1-ലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർവ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് കർവ്? ഇങ്ങനെയാണ് കർവ് പോകുന്നത്. ഓക്കെ,
നമുക്കെല്ലാം പോയിന്റ് വൈസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും ടേംസിലാണ് തന്നിരിക്കുന്നത്. പോളാർ ഫോം അല്ല ഇസഡിൻ്റെ യൂസ് ചെയ്യുന്നത്, എക്സ് പ്ലസ് ഐ വൈ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കോർഡിനേറ്റ് രൂപത്തിലാണ് തന്നിരിക്കുന്നത്, കൂടാതെ തന്നെ അത് ലൈനുമാണ്. ഓക്കെ, നമുക്ക് സർക്കിളും ഹാഫ് സർക്കിളും സെമി സർക്കിളൊക്കെ വരുമ്പോഴാണ് നമ്മൾ പോളാർ ഫോം ഇസഡിൻ്റെ യൂസ് ചെയ്യുന്നത്. വ്യക്തമായിട്ട് നമ്മൾ അറിയണം, ഇസഡിന് നമ്മൾ ഇവിടെ ഡി ഇസഡ് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ഇസഡിന് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എക്സ് പ്ലസ് ഐ വൈ ഇട്ടിട്ട് നമ്മൾ ഒരു ടേമിലോട്ട് ഒന്നി എക്സിലോട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ വൈയിലോട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കർവ് ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കർവ് ഇങ്ങനെ പോയേക്കുക. കർവ് നമുക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഇങ്ങനെ ഒരു രണ്ട് ലൈനായിട്ട് സ്പ്ലിറ്റ് അപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ ഓന്ന് പേര് കൊടുത്തു, ഇതിന് എന്ന് പേര് കൊടുത്തു, ഈ പോയിന്റിന് ബി എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി നമ്മൾ ഇങ്ങനെ ഒരു കർവിന് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്തോ ചെയ്യും, ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ ഡി ഇസഡ് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഓവർ ഒ ടു എ ഇസഡ് സ്ക്വയർ ഡി ഇസഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എ ടു ബി ഇസഡ് സ്ക്വയർ ഡി ഇസഡ്. നമുക്ക് ഡയറക്ഷനും തന്നിട്ടുണ്ട്, നമുക്ക് രണ്ട് ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ലൈൻ ഇൻ്റഗ്രൽ. കർവിനെ നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ ഡി ഇസഡിന് ഇങ്ങനെ ഒരു കർവിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഓവർ ഒ എ ഇസഡ് സ്ക്വയർ ഡി ഇസഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എ ബി ഇസഡ് സ്ക്വയർ ഡി ഇസഡ്. അപ്പോൾ ഞാൻ രണ്ടും സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എലോങ് ഒ എ എന്ന് പറഞ്ഞ ലൈനിൻ്റെ പ്രത്യേകത എന്തുവാണ്? ഒ എ എന്ന് പറഞ്ഞ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒ എ എന്ന് പറഞ്ഞ റിയൽ ആക്സിസ് ആണ്. റിയൽ ആക്സിസ് ആകുമ്പോൾ ഇവിടെ എന്തോ വൈ കോർഡിനേറ്റിന് ചേഞ്ച് വരുന്നില്ല. അപ്പം ഒ എ എന്ന് പറയുന്ന ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വൈ എന്തുമായിരിക്കും, 0 ആയിരിക്കും. അത് വെച്ചിട്ടാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഒ എ എന്ന് പറഞ്ഞാൽ വൈ 0 ആണ്. വൈ 0 ആണെങ്കിൽ ഡി വൈ എന്തുമായിരിക്കും, 0 ആയിരിക്കും. വൈ 0 ആണെങ്കിൽ ഡി വൈ 0 ആണ്. അപ്പം ഡി ഇസഡ് ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പം ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. ഓക്കെ, ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. വൈ 0 ആയതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഡി ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഡി ഇസഡ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഡി എക്സ്. അപ്പം ഡി ഇസഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്തുവാണ്, ഡി എക്സ് ആണ്. മനസ്സിലായോ? അത് നമ്മൾ ഒ എ എന്ന് പറഞ്ഞ ലൈൻ എടുക്കാം. റിയൽ ആക്സിസ് ആണ്. റിയൽ ആക്സിസ് ആകുമ്പോൾ വൈ അവിടെ 0 ആണ്. വൈ 0 ആകുമ്പം ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇസഡ് ഈക്വൽ ടു എക്സ് മാത്രം കൊടുത്താൽ മതി, പ്ലസ് ഐ ഇൻറ്റു 0 ആവും. അപ്പം ഡി ഇസഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഡി ഇസഡ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ്. ഓക്കെ, ഇനി ഇപ്പം ഡി ഇസഡ് ഡി എക്സ് ആയപ്പോൾ തന്നെ നമുക്കറിയാം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻ ടേംസ് ഓഫ് എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം വേരിയേഷൻ ഇവിടെ തൊട്ട് എവിടം വരെയാണ്, വൈ അവിടെ 0 ആണ്. അപ്പം വേരി ചെയ്യുന്നത് ആരാണ്, വൈ രണ്ട് സ്ഥലത്തും 0 ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പം അവിടെ ഇൻ്റഗ്രൽ ഓവർ എക്സിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ വേരിയേഷൻ ആരുടെയാണ് വേരിയേഷൻ വരുന്നത്, എക്സിൻ്റെ വേരിയേഷൻ അല്ലേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ എക്സ് വേരി ചെയ്യുന്ന ഇത് എക്സിൻ്റെ ആൾ, ഇത് വൈയുടെ ആൾ, എക്സിൻ്റെ ആൾ വൈയുടെ ആൾ, വൈ 0 ആയിട്ട് നമ്മൾ എടുത്താണ് ചെയ്തത്. അപ്പം അങ്ങനെ ആയാലും നിങ്ങൾക്ക് ചിന്തിക്കുക, റിയൽ ആക്സിസ് ആകുമ്പം ഓപ്പോസിറ്റ് വൈ 0 ആയിരിക്കും, അല്ലെങ്കിൽ കോർഡിനേറ്റ് എഴുതുമ്പോൾ വൈ രണ്ടും തീർത്തും 0 അല്ലേ. ഇനി എക്സ് ആണ് അവരെ വേരി ചെയ്യുന്നത്. എക്സ് വേരി ചെയ്യുന്ന ഇവിടെ തൊട്ട് എവിടെ വരെയാണ്, 0 മുതൽ 2 വരെയാണ്. അപ്പം അതും ഡൗട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഇൻ്റഗ്രൽ ഓവർ ഒ എ ഇസഡ് സ്ക്വയർ ഡി ഇസഡ് ഞാൻ ചെയ്യുവാണ്. എവിടെ, ഒ എ എന്ന് പറയുന്ന സ്പ്ലിറ്റ് ആ ലൈനിൽ ചെയ്യുവാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ 0 to 2 അവിടെ വേരി ചെയ്യുന്നത് എക്സ് ആണ്. 0 to 2 എക്സ് പ്ലസ് ഇസഡ് സ്ക്വയർ ഡി ഇസഡ് ആണ്. ഇസഡ് സ്ക്വയർ ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. നമുക്കിവിടെ ഡയറക്റ്റ് തന്നെ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ അല്ലേ. അപ്പം ഇസഡ് ഈക്വൽ ടു അവിടെ വൈ 0 ആയതുകൊണ്ട് ഡയറക്റ്റ് എക്സ് എന്ന് കൊടുക്കുക. അത് അടുത്ത സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ, ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്. നമുക്ക് വൈ 0 ആയതുകൊണ്ട് എന്തോ കൊടുക്കാം, ഇൻ്റഗ്രൽ ഓവർ 0 to 2 എക്സ് പ്ലസ് 0 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എക്സ് സ്ക്വയർഡ് ഇൻ്റഗ്രേഷൻ എക്സ് ക്യൂബ് ബൈ 3 അപ് ടു ദ ലിമിറ്റ് 0 to 2, ദാറ്റ് ഈസ് 2 ക്യൂബ് ബൈ 3 മൈനസ് 0/3 എന്ന് പറഞ്ഞാൽ 8/3. ഓക്കെ, അപ്പം ഇനി ആ ഒ എ എന്ന് പറഞ്ഞ ലൈൻ കഴിഞ്ഞു. ഇനി എ ബി എന്ന് പറഞ്ഞ ലൈൻ എടുക്കുമ്പോൾ അപ്പം ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് ചെയ്യണം, എ ബി ചെയ്യണം. എ ബി ചെയ്യുമ്പോൾ എന്താണ് അവിടെ പ്രത്യേകത വരുന്നത്, എ ബി ആകുമ്പം ഇത് എക്സിൻ്റെ ആൾ, ഇത് വൈയുടെ ആൾ, ഇത് എക്സിൻ്റെ ആൾ, ഇത് വൈയുടെ ആൾ. ആരിവിടെ സെയിം ആണ്, ഇവിടെ ആര് സെയിം ആണ്, എക്സ് രണ്ട് സ്ഥലത്തും 2 ആണ്. വൈ ആണ് വേരി ചെയ്യുന്നത്. വൈ എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നു, 0 to 1 ആണ്. അപ്പം നമ്മൾ ഇൻ്റഗ്രൽ ഓവർ ഇസഡ് സ്ക്വയർ ഡി ഇസഡ് ലാസ്റ്റ് വേരി ചെയ്യുന്നത് ആരാണ്, വൈയിലാണ് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. കാര്യം വേരിയും ചെയ്യുന്നത് ആരാണോ അവിടെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇങ്ങോട്ടൊന്നും കൂടെ എഴുതാം.
എലോങ് എ ബി എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി രണ്ട് സ്ഥലത്തും എക്സ് 2 ആണ്. അപ്പം ഡി എക്സ് എന്ത് വരും? എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ്, 2ൻ്റെ ഡെറിവേറ്റീവ് 0. ഇസഡ് ഈക്വൾ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇസഡ് ഈക്വൾ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് ഇവിടെ. ഇസഡ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് ഐ വൈ എന്ന് എഴുതി കൂടി ഇസഡ് 2 അല്ലേ. അപ്പോൾ ഡി ഇസഡ് എന്ത് വരും? എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ഇസഡ്, 2ൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് ഐ വൈയുടെ ഡെറിവേറ്റീവ് ഐ ഇൻറ്റു ഡി വൈ. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ എന്തോ വരും? അപ്പം ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ, അപ്പം നമുക്ക് വേരി ചെയ്യുന്നത് വൈ ആണ്. വൈ വേരി ചെയ്യുന്നത് 0 to 1 വരെയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എ ടു ബി ഇസഡ് സ്ക്വയർ ഡി ഇസഡിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ലിമിറ്റ് പിന്നെ ഞാൻ കൊടുക്കാം, ഇത് പിന്നെ കൊടുക്കാം. ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ഇത് ഹോൾ സ്ക്വയർ ആണ്. ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 2 പ്ലസ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഐ ഡി വൈ ആണ്. ഓക്കെ, ഐ ഡി വൈ ആണ്. ഞാൻ എല്ലാം ഇവിടെ സൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇസഡ് എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇവിടെ ഇസഡ് 2 പ്ലസ് ഐ വൈ ആയി. ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഡെറിവേറ്റീവ് 0, ഐ വൈയുടെ ഡെറിവേറ്റീവ് ഐ ഡി വൈ. ഇനി ഇസഡ് സ്ക്വയർ, നമുക്ക് ഈ ഇസഡ് സ്ക്വയറിന് സെപ്പറേറ്റ് കൊടുക്കാൻ ഞാനിവിടെ സൈഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. എക്സ് ഇവിടെ 2 ആണ്. അപ്പോൾ 2 പ്ലസ് ഐ വൈ. അപ്പോൾ ഇസഡ് സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും? 2 പ്ലസ് ഐ വൈയുടെ സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഓവർ 0 to 1 2 പ്ലസ് ഐ വൈയുടെ സ്ക്വയർ, ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഐ ഡി വൈ. ഇനി വൈയുടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് വൈയിലല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈയുടെ വേരിയേഷൻ വരുന്നത് എവിടെ തൊട്ട് എവിടം വരെയാണ്? 0 to 1 വരെയാണ്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ ഞാൻ പറയാം. എലോങ് എ ബി ആകുമ്പം അവിടെ എക്സ് 2 സ്ഥലത്തും 2 ആയിരുന്നു. അതിനകത്തുനിന്ന് ഞാൻ ഇസഡ് എഴുതി. ഇസഡ് എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു. ഇസഡിന് 2 പ്ലസ് ഐ വൈ എന്ന് എഴുതി. ഡി ഇസഡ് കണ്ടുപിടിച്ചു. 2ൻ്റെ ഡെറിവേറ്റീവ് 0, ഐ വൈയുടെ ഡെറിവേറ്റീവ് ഐ ഡി വൈ. അപ്പം ഡി ഇസഡിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആളായി. ഇനി ഇസഡ് സ്ക്വയറിന് പകരം ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. എക്സ് ഇവിടെ 2 ആയതുകൊണ്ട് 2 പ്ലസ് ഐ വൈ. സോ ഇസഡ് സ്ക്വയർ എന്ത് വരും? 2 പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇനി സ്റ്റെപ്പ് എലിമിനേറ്റ് ചെയ്യാൻ ഞാൻ സൈഡിൽ ഇങ്ങോട്ട് ചെയ്തു വെച്ചു, അത് എഴുതി വെച്ചു. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ 0 to 1 2 പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഐ ഡി വൈ. 0 പ്ലസ് ഐ ഡി വൈ എന്ന് പറഞ്ഞാൽ ഐ ഡി വൈ അല്ലേ. ദാറ്റ് ഈസ് 2 പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ശരിയല്ലേ? അതനുസരിച്ച് ഞാൻ എഴുതി. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 2ab 2 ഇൻറ്റു ഐ വൈ എന്ന് പറഞ്ഞാൽ 4iy പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ വൈയുടെ സ്ക്വയർ. ഐ വൈയുടെ സ്ക്വയർ എന്ന് പറയുമ്പം ഐൻ്റെ സ്ക്വയറും വരും, വൈയുടെ സ്ക്വയറും വരും. ഇവിടെ 2 വരത്തില്ലേ കേട്ടോ. ഐയുടെ സ്ക്വയറും വരും, വൈയുടെ സ്ക്വയർ വരും. ഓക്കെ, അപ്പം ഐ സ്ക്വയർ വൈയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ ഡി വൈ. ഐ വെളിയിലെടുത്തു. 4ൻ്റെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് വൈ 4y. 4i വൈയുടെ ഇൻ്റഗ്രേഷൻ 4i വൈ സ്ക്വയർ ബൈ 2. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പം ആ മൈനസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും. വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ y ക്യൂബ് ബൈ 3 അപ് ടു ദ ലിമിറ്റ് 0 to 1. ഓക്കെ, ഇനി ആദ്യം എക്സിന് വൈക്ക് ഫുൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഫുൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4 പ്ലസ് 4i ബൈ 2 മൈനസ് 1/3 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 4i ബൈ 2 എന്ന് പറഞ്ഞാൽ 2i, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐ ഇൻറ്റു ഇത് ഓപ്പൺ ചെയ്യുക ബ്രാക്കറ്റ്, 2i അവിടെയുണ്ട്. 4 മൈനസ് 1/3 അത് ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 11i മൈനസ് 6/3 എന്ന് കിട്ടും കേട്ടോ. ഇവിടെ നിങ്ങളിത് സെപ്പറേറ്റ് ചെയ്യുക, ഇത് സെപ്പറേറ്റ് ചെയ്യുക. 4i ഇൻറ്റു 4 മൈനസ് 1/3 പ്ലസ് 2i അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഐ ഇൻറ്റു 12 മൈനസ് 1/3 പ്ലസ് 2i. ദാറ്റ് ഈസ് ഐ ഇൻറ്റു 11/3 പ്ലസ് 2i. ഇനി ഐ കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പം 11/3i പ്ലസ് ഐ ഇൻറ്റു ഐ സ്ക്വയർ. ഐ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ -1 വരും, -2 വരും. ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. 11i മൈനസ് 2/3 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 11i/3 അവിടെ 11i/3 -2. നമുക്ക് ഇൻ്റഗ്രൽ ഓവർ എ ബി ഇസഡ് സ്ക്വയർ ഡി ഇസഡ് കിട്ടിയത്, ഇൻ്റഗ്രൽ ഓവർ എ ബി ഇസഡ് സ്ക്വയർ ഡി ഇസഡ് കിട്ടിയത് 11i/3 -2 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി ചെയ്യണ്ടേ? രണ്ടും കൂടെ ആഡ് ചെയ്യണം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. 11i എന്ന് പറഞ്ഞാൽ 1 ആണ്. 11i ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 11i. 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ -2 എന്ന് പറഞ്ഞാൽ -6 ഡിവൈഡഡ് ബൈ 3. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് ഞാൻ ഇൻ്റഗ്രൽ ഓവർ സി ചെയ്തത്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യും. ഇൻ്റഗ്രൽ ഓവർ ഒ എ എന്ന് പറഞ്ഞാൽ 8/3 കിട്ടി. ഇൻ്റഗ്രൽ ഓവർ എ ബി എന്ന് പറഞ്ഞാൽ 11i മൈനസ് 6/3 എന്ന് കിട്ടി. രണ്ടും കൂടെ ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്യാൻ എളുപ്പമാണ്. എന്തോ ചെയ്താൽ മതി? 8/3 പ്ലസ് ഇത് സ്പ്ലിറ്റ് ചെയ്യുക. 11i/3 എന്ന് എഴുതാം, -6/3 എന്ന് എഴുതാം. ഈ സ്റ്റെപ്പ് എലിമിനേറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ അങ്ങനെ കിടക്കട്ടെ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 8/3 - 6/3 ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതുമ്പോൾ 8 - 6 എന്ന് പറഞ്ഞാൽ 2 ആണ്. പ്ലസ് 11i/3. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
എന്തോ കിട്ടി, ഡിനോമിനേറ്റർ അഗെയിൻ സെയിം ആണ്, ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പം 2 + 11i/3. ഓക്കെ, ഷോ ദാറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻ ആയി, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ സി മോഡ് z സ്ക്വയർ dz വെരി ഇമ്പോർട്ടൻറ്റ് ഈക്വൽ ടു -1 + i where c is the rectangle with the vertices 0, 0, 1, 0, 1, 1, 0, 1. ഓക്കെ, എന്തോ പറഞ്ഞിരിക്കുന്നത്, ഷോ ചെയ്യണം ഇൻ്റഗ്രൽ ഓവർ സി മോഡ് z സ്ക്വയർ dz എന്ന് പറഞ്ഞാൽ -1 + i ആണെന്ന്. കർവ് എന്തോ പറഞ്ഞിരിക്കുന്നത്, കർവ് എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ എവിടെ തൊട്ട് എവിടെ വരെ, 0, 0 to 1, 0, 1, 0 to 1, 1, 1, 1 to 0, 1, 0, 1 to എഗെയിൻ റെക്റ്റാങ്കിൾ ആണെങ്കിൽ തിരിച്ചു വരണ്ടേ. അപ്പം ഡയറക്ഷൻ ഇതാണ് കർവിൻ്റെ. നമുക്ക് ഒറ്റയടിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് ചെയ്യണം. ഞാൻ ഇതിന് O എന്ന് കൊടുത്തു, ഈ പോയിന്റിന് A എന്ന് കൊടുത്തു, ഈ പോയിന്റിന് B എന്ന് കൊടുത്തു, ഈ പോയിന്റിന് C എന്ന് കൊടുത്തു. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ ഫുൾ കർവ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി മോഡ് z സ്ക്വയർ dz ആണ് നമുക്ക് -1 + i എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി മോഡ് z സ്ക്വയർ dz ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇൻ്റഗ്രൽ ഓവർ OA മോഡ് z സ്ക്വയർ dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ AB മോഡ് z സ്ക്വയർ dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ BC മോഡ് z സ്ക്വയർ dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ CO മോഡ് z സ്ക്വയർ dz. ഓക്കെ, ഇങ്ങനെ ഞാൻ റെക്റ്റാങ്കിളുടെ 4 വശങ്ങൾ 4 ലൈനുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പ്രോബ്ലം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഓരോ സെറ്റും ഞാൻ ചെയ്യും. ലാസ്റ്റ് ഈ 4 കേസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടണം, -1 + i നമുക്ക് കിട്ടണം. മനസ്സിലായോ? അപ്പം എലോങ് OA ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ഇവിടെ കണ്ടുപിടിച്ച് വയ്ക്കുവാണ്. ഓക്കെ, മോഡ് ഇൻ്റഗ്രൽ ഓവർ സി മോഡ് z സ്ക്വയർ dz ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഇസഡ് എന്തുവാണ്, എക്സിൻ്റെ വൈയുടെ കോമ്പിനേഷനാണ്. ഇസഡിൻ്റെ പോളാർ ഫോം അല്ല, സർക്കിളൊന്നുമല്ല. സോ നമ്മൾ ഇസഡ് ഈക്വൽ ടു x + iy കൊടുത്തു. മോഡ് z നമുക്ക് √(x² + y² ആണെന്നറിയാം. മോഡ് z സ്ക്വയർ എന്തോ വരും, റൂട്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ x² + y² എന്ന് കിട്ടും. ഡൗട്ടില്ലല്ലോ അതിൽ, കഴിഞ്ഞല്ലോ. ഇനി OA എടുക്കുവാണ്. OA എന്ന് പറഞ്ഞ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് റിയൽ ആക്സിസ് ആണ്. കോർഡിനേറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് 0, 0 ആണ്, ഇത് 1, 0 ആണ്. അവിടെ ആര് 0 ആണ്, ആദ്യം ഇത് x0, ഇവിടെ y0, ഇവിടെ x1, y0. അപ്പോൾ 2 സ്ഥലത്തും y0 ആണ്. റിയൽ ആക്സിസ് ആകുമ്പോൾ y0 ആയിരിക്കും. x വേരി ചെയ്യുന്നത് 0 to 1 ആണ്. അപ്പം ഇൻ്റഗ്രേഷൻ എക്സിലാണെന്ന് നമ്മൾ അപ്പോഴേ കൺഫേം ചെയ്യണം. അപ്പോൾ y എവിടെ 0 ആണ്, x വേരീസ് ഫ്രം 0 to 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് x + iy, i എന്ന് പറഞ്ഞ് 0 ആയി. അപ്പം i × y എന്ന് പറഞ്ഞ് 0 ആയി. അപ്പം ഇസഡ് എന്ന് പറഞ്ഞ് x ആയി. ഓക്കെ, ഇസഡ് x ആയി. അങ്ങനെയാണെങ്കിൽ dz എന്തോ ആവും, dx ആവത്തില്ലേ. ഡിസഡിൻ്റെ ഡെറിവേറ്റീവ് dz, എക്സിൻ്റെ ഡെറിവേറ്റീവ് dx, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. dz = dx ആവും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഓവർ dz പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്, അതിന് മോഡ് z സ്ക്വയറിന് പകരം ആണാവണം. ഇസഡ് x + iy ആണ്. ഇസഡ് ഇവിടെ y0 ആണ്, ഇസഡ് ഈക്വൽ ടു x വരും. അപ്പോൾ മോഡ് z സ്ക്വയർ എന്ത് വരും, x² + 0 ദാറ്റ് ഈസ് x². മനസ്സിലായോ? y എവിടെ 0 ആണ്, y0. അപ്പം ഇസഡ് x + iy ആകുമ്പോൾ ഇസഡ് x + 0 വരും. ദാറ്റ് ഈസ് ഇസഡ് ഈക്വൽ ടു x മാത്രം വരും. മോഡ് z സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷൻ. മോഡ് z സ്ക്വയർ എന്ത് വരും, x² + 0² ആണ്. ദാറ്റ് ഈസ് x². അതാണ് മോഡ് z സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ OA മോഡ് z സ്ക്വയർ dz എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ഓവർ എക്സിനാണ് അവിടെ വേരിയേഷൻ വരുന്നത്, 0 to 1 x² dx. അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മളിവിടെ നോക്ക് എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ കൊടുത്താൽ മതി. 0 to 1 x³ / 3 അപ് ടു ദ ലിമിറ്റ് 0 to 1. അപ്പം 1³ / 3 - 0/3 എന്ന് പറഞ്ഞാൽ 1/3. ഇനി എലോങ് AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ പ്രത്യേകത എന്തോ, എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ താഴെ നോക്കാം, താഴെ മുകളിലോട്ടല്ലേ പോകണം. അപ്പം XY ഇത് XY, ഇവിടെ 2 സ്ഥലത്തും x1 ആണ്. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. വേരി ചെയ്യുന്നത് ആരാണ്, 0 to 1 ആണ്. അപ്പം ഇൻ്റഗ്രൽ ഓവർ എന്തിലായിരിക്കും ചെയ്യേണ്ടത്, അവിടെ വൈയിലായിരിക്കും ചെയ്യേണ്ടത്. അപ്പോഴേ നമ്മൾ കൺഫേം ആക്കുക. അവിടെ വേരി ചെയ്യുന്നത് ആരാണോ അതിലാണ് നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുന്നത്. അപ്പം 0 to 1 ആണ്. അപ്പം എലോങ് AB എടുക്കുമ്പം അവിടെ x 0 ആണ്, x 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് dx, 1ൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, dz എന്ത് വരും, dx പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് x + iy ആണ്. ഓക്കെ, ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, 1 + iy വരും. ഓക്കെ അല്ലേ? അപ്പം dz എന്ത് വരും, ഇസഡിൻ്റെ ഡെറിവേറ്റീവ് dz, 1ൻ്റെ ഡെറിവേറ്റീവ് 0 + iy-യുടെ ഡെറിവേറ്റീവ് idy. അപ്പം dz പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് idy. ഓക്കെ, അവിടെ idy വന്നപ്പോഴേ dz-ന് idy വന്നപ്പോഴേ അവിടെ y ആണ് അവിടെ വേരി ചെയ്യുന്നത്. y ഇൻ്റഗ്രൽ ഓവർ A to B ആണ് വേരി ചെയ്യുന്നത്. y വേരി ചെയ്യുന്നത് 0 to 1 ആണ്. ഇങ്ങോട്ടാണ് ഡയറക്ഷൻ എന്ന് നോക്കുക. ഓക്കെ,
അപ്പം വൈ വേരി ചെയ്യുന്ന 0 to 1 ആണ്. മോഡ് സെറ്റ് സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷൻ. മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. നമ്മൾ ആദ്യം എഴുതി വെച്ചു. അവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫോർ 1 + y സ്ക്വയർ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ a to b മോഡ് സെറ്റ് സ്ക്വയർ ഡി സെഡ് എന്ത് വരും? വൈയുടെ വേരിയേഷൻ i dy ആണ് ലാസ്റ്റ് എഴുതുന്നത്. അപ്പം വൈയുടെ വേരിയേഷൻ 0 to 1 ആണ്. മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 + y സ്ക്വയർ ആണ്. ഡി സെഡ് എന്ന് പറഞ്ഞാൽ i dy ആണ്. i പുറത്തെടുക്കുക. 1ൻ്റെ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ y³ 3 അപ് ടു ദ ലിമിറ്റ് 0 to 1. i പുറത്തുണ്ട്. ഇവിടെ i പുറത്തുണ്ട്. അവിടെ വൈക്ക് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 + 1/3 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0, ദാറ്റ് ഈസ് 4i/3. അപ്പം എലോങ് എ ബി എന്തോ കിട്ടി? 4i/3 കിട്ടി. ഇനി എലോങ് ബി സി എടുക്കുമ്പം ബി സി എന്ന് പറഞ്ഞ ലൈനിൻ്റെ പ്രത്യേകത നോക്കുക. ബി സി ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുന്നത്. അവിടെ ആരാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്? ഇത് എക്സിൻ്റെ ആളാണ്, ഇത് വൈയുടെ ആളാണ്. ഇത് എക്സിൻ്റെ ആളാണ്, വൈയുടെ ആളാണ്. ഇവിടെ എക്സ് വേരി ചെയ്യുന്നത് ഡയറക്ഷൻ നോക്കുക. ഇങ്ങനെയാണ് കർവ് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ എക്സ് വേരി ചെയ്യുന്നത് 1 to 0 വരെ വേരി ചെയ്യും. എക്സ് വേരി ചെയ്യുന്നത് ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. എക്സ് ആണ് വേരി ചെയ്യുന്നത് 1 മുതൽ 0 വരെ. വൈ രണ്ട് സ്ഥലത്തും 1 ആണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എലോങ് ബി സി y = 1. അങ്ങനെയാണെങ്കിൽ ഡി വൈ എന്തുവാകും? 0 ആവും. എക്സ് വേരി ചെയ്യുന്നത് 1 to 0. തിരിഞ്ഞ് പോരുത്, 0 to 1 ആയിട്ട് ചെയ്ത് കർവ് എങ്ങനെയാണ് ഡയറക്ഷൻ നോക്കുക. അപ്പം എക്സ് വേരി ചെയ്യുന്നത് 1 to 0 വരെയാണ്. ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇവിടെ ഇസഡ് = എക്സ് പ്ലസ് ഐ വൈ ഇവിടെ 1 ആണ്. സോ i × 1 എന്ന് പറഞ്ഞാൽ i. സോ ഇസഡ് = എക്സ് പ്ലസ് ഐ ആവും. അങ്ങനെയാണെങ്കിൽ ഡി സെഡ് എന്ത് വരും? എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ്. ഐ കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇവിടെ ഈ സ്റ്റെപ്പ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം കേട്ടോ, അത് വേണ്ട. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഡി സെഡ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ്, ഐ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. ഈ സ്റ്റെപ്പ് വേണ്ട കേട്ടോ. ഞാൻ ഇവിടെ സൈഡിലോട്ട് എഴുതിയില്ലേ? ഇസഡ് = എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇസഡ് = എക്സ് പ്ലസ് ഐ വൈ ആണ്. ദാറ്റ് ഈസ് ഇസഡ് = എക്സ് പ്ലസ് ഐ × 1 എന്ന് പറഞ്ഞ് ഐ വരും. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ഡി സെഡ് കണ്ടുപിടിക്കും. ഡി സെഡ് എന്ത് വരും? ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1 × ഡി സെഡ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 × ഡി എക്സ് പ്ലസ് ഐയുടെ ഡെറിവേറ്റീവ് 0. അങ്ങനെയാണ് ഇവിടെ ഡി സെഡ് = ഡി എക്സ് വന്നത്. മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. വൈ അവിടെ 1 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ ബി സി മോഡ് സെറ്റ് സ്ക്വയർ ഡി സെഡ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് വേരി ചെയ്യുന്ന 1 to 0 ആണ്. മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്. എക്സിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 1 to 0, തെറ്റിപ്പോരുത്. എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ x³ 3, 1ൻ്റെ ഇൻറ്റഗ്രേഷൻ എക്സ് അപ് ടു ദ ലിമിറ്റ് 1 to 0. ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫുള്ള് 0 ആകും. മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1³ 3 + 1. അപ്പോൾ 1/3 + 1 -4/3. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മുടെ റെക്റ്റാങ്കിളിന് ഒരു ഡിവിഷനും കൂടെ ഉള്ളൂ, CO. ഓക്കെ, അപ്പോൾ ഇവിടെ CO എന്ന് പറയുന്ന എല്ലാം CO എടുക്കുമ്പോൾ അവിടെ ആര്? ഇവിടെ ഇത് എക്സിൻ്റെ ആൾ, ഇത് വൈയുടെ ആൾ. ഇത് ആദ്യത്തെ എക്സിൻ്റെ ആൾ, ഇത് വൈയുടെ ആൾ. എക്സ് അവിടെ രണ്ട് സ്ഥലത്തും 0 ആയി. വൈ വേരി ചെയ്യുന്നത് 1 മുതൽ 0 വരെ. തിരിഞ്ഞു പോരുത്. എക്സ് 0, ഡി എക്സ് 0. ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ ഇസഡ് = എക്സ് 0, അപ്പോൾ ഐ വൈ എന്ന് വരും. അപ്പോൾ ഡി സെഡ് എന്ത് വരും? ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഡി സെഡ്, ഐ കോൺസ്റ്റൻറ്റ്, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ. അപ്പോൾ ഡി സെഡ് = ഐ ഡി വൈ. ഓക്കെ, മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പം എക്സ് അവിടെ 0 ആണ്. അപ്പം മോഡ് സെറ്റ് സ്ക്വയർ വൈ സ്ക്വയർ വരും. ഓക്കെ, അത് ശരിയല്ലേ? വൈ വേരി ചെയ്യുന്ന ഡയറക്ഷൻ നോക്ക്, തിരിഞ്ഞു പോരുത്. ഇങ്ങോട്ടല്ല, ചെറുതിന്ന് വലുതിലോട്ടല്ല, നമ്മൾ കർവിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ വൈ വേരി ചെയ്യുന്ന 1 to 0 വരെയാണ്. സോ 1 to 0 ഇൻ്റഗ്രൽ ഓവർ CO മോഡ് സെറ്റ് സ്ക്വയർ ഡി സെഡ് = ഇൻ്റഗ്രൽ ഓവർ 1 to 0 മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ആണ്. ഇസഡ് = എക്സ് പ്ലസ് ഐ വൈ അല്ലേ? അപ്പം എക്സ് അവിടെ 0 ആകുമ്പോൾ ഡി സെഡ് എന്തോ 0 + ഐ വൈ. ഇസഡ് എന്തോ ആവും? 0 + ഐ വൈ. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഡി സെഡ്, ഐ വൈയുടെ ഡെറിവേറ്റീവ് ഐ × ഡി വൈ. സോ ഐ ഡി വൈ. ഓക്കെ, ഐ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്ത് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് y³ 3 അപ് ടു ദ ലിമിറ്റ് 1 to 0. ദറ്റ് ഈസ് അപ്പർ ലിമിറ്റ് ഐ ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ 0 കിട്ടും. മൈനസ് ഐ × 1/3 -i/3. ഓക്കെ, നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി മോഡ് സെറ്റ് സ്ക്വയർ ഡി നമുക്ക് റെക്റ്റാങ്കിൾ ആണ് നമ്മുടെ കർവ്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പ്രോപ്പർട്ടി അനുസരിച്ച് ചെയ്തു. എല്ലാത്തിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഐ ഉള്ളതും ഐ ഇല്ലാത്തതും ഒക്കെ ആഡ് ചെയ്യുക. ഐ ഇല്ലാത്തത് ഇവിടെ ഐ ഇല്ലാത്തത് ആർക്കൊക്കെയാണ്? 1/3 ഇത് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. 1/3 + 1/3 -4/3 ഐ ഇല്ല. പ്ലസ് ഐ ഉള്ളത് ആർക്കൊക്കെയാണ്? 4/3 ഐ ഉണ്ട്. ഇവിടെ നിന്ന് -1/3 ഐ ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -1 + i എന്ന് കിട്ടും കേട്ടോ.